ഇടുക്കിയിൽ ശരീരത്തിൽ പെട്രോൾ ഒഴിച്ച് ആദിവാസി യുവാവ് പ്രതിഷേധിക്കുമ്പോഴും തിരിഞ്ഞു നോക്കാതെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ. പാഴ്മരങ്ങൾ പിഴുത കേസിലാണ് 5 വർഷമായി JCB കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. മരങ്ങൾ പിഴുതതിന് 500 രൂപ പിഴയും ചുമത്തിയിരുന്നു. അന്നത്തെ നഗരംപറ ഡെപ്യൂട്ടി റേഞ്ചർ സന്തോഷാണ് അന്യായമായി വാഹനം കസ്റ്റഡിയിൽ എടുത്തതെന്ന് അജീഷ് റിപ്പോർട്ടറിനോട് പറഞ്ഞു. രാഹുൽ സുരേഷ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ശരീരത്തിൽ പെട്രോൾ ഒഴിച്ച ശേഷം അജീഷ് ഇപ്പോഴും ഈ വാഹനത്തിന്റെ ഉള്ളിൽ തുടരുകയാണ്. 12 മണിക്കാണ് അജീഷ് ഇവിടെ എത്തിയത്. ഇതുവരെയും വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഒരു പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസ് ഉണ്ടായിട്ടില്ല, അനുകൂലമായിട്ടുള്ള തീരുമാനം ഉണ്ടായിട്ടില്ല എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. നമുക്ക് അജീഷ് റിപ്പോർട്ടിനൊപ്പം ചേരുന്നുണ്ട്. എന്റെ വണ്ടി പിടിച്ച GG സാറ്, അതായത് അന്നത്തെ മറ്റേ ഡെപ്യൂട്ടി റേഞ്ചർ, അന്നത്തെ രാജു കുര്യൻ സാറ്, മറ്റേ DFO സാറ്, ആ പുള്ളിയായിട്ട് സംസാരിച്ച രാജാ സാറ്, അതായത് ദേവികുളം MLA സാറ്, ഇവര് 3 പേരെ കൂടി എനിക്ക് ഒരു ടേബിളിൽ ഇരുന്ന് കാരണം എനിക്ക് എൻ്റെ വണ്ടി വിട്ട് കിടണം. ഇവർ തമ്മിൽ സംസാരിച്ചിട്ട് എനിക്ക് കുറഞ്ഞ തുകയ്ക്ക് വണ്ടി കിട്ടാൻ 5 വർഷക്കാലമായി. ഈ 5 വർഷക്കാലം വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും എല്ലാവർക്കും പറ്റുന്നതാണോ? ഞാൻ മറ്റൊരു വണ്ടിയെ പണിക്ക് പോയിട്ട് എൻ്റെ പെണ്ണിനെയും പിള്ളേരെയും പട്ടിണിക്കിട്ട് അവര് തൊഴിലുറപ്പിനും കാര്യം പോയിട്ട് അവര് പിള്ളേരുടെ കാര്യം നോക്കും. ഞാൻ ഈ വണ്ടിക്ക് വേണ്ടി മറ്റുള്ള വണ്ടിയെ പണിക്ക് പോയിട്ട് ഇന്ന് വെച്ചുകൊണ്ടിരിക്കുക. എനിക്ക് ആ പടം 40-44 വയസ്സായേ ഉള്ളൂ. ആ പ്രായത്തിന്റെ അവസ്ഥ അറിയാലോ. പെണ്ണ് കെട്ടി പിള്ളേർക്ക് പ്രായമായി, അവരുടെ കാര്യത്തിന് വേണ്ടി നോക്കേണ്ട പ്രായം ഇന്നിങ്ങനെ അനുഭവിക്കുക. വലിയ ഈ വണ്ടി പിടിച്ചിടാനുള്ള കേസ് അന്ന് എന്താ സംഭവിച്ചേട്ടാ? ചേട്ടാ, അന്ന് വണ്ടി പിടിച്ച ഒരു പെരത്രയ്ക്ക് വേണ്ടി ചെന്ന് വലിച്ച മണ്ണ് വലിച്ച അവരുടെ റിസർവാനത്തിൽ കയറി പണി ചെയ്യുന്നുണ്ട് സംഭവമുണ്ട്. അങ്ങനെയുള്ള എന്റെ വണ്ടി പിടിച്ചിട്ടുണ്ട്. ഇന്ന് ആ സ്ഥലം ഇന്ന് വരെ പിടിച്ചിട്ടുണ്ട്. തൊട്ടടുത്ത് റിസർവ് ഫോറസ്റ്റ് ആയിരുന്നോ? റിസർവ് ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു 10 മീറ്റർ അപ്പുറയാ. ഇവരുടെ ജെണ്ട എല്ലാവരും ഇട്ടിട്ടുണ്ട് അവിടെ. ആ ജെണ്ടക്കുള്ളിലേക്ക് കയറിയോ അതിനേക്കാളും 10 മീറ്റർ ഇപ്പറേ വർക്ക് ചെയ്തുള്ളേ. അവരുടെ മേഖല കയറി വർക്ക് ചെയ്തിട്ടോ ഒന്നുമില്ല. ഇതെല്ലാം ചെയ്തു, എല്ലാ പണി ഏറിക്കട്ടെ. ഇതിനെല്ലാം ചെയ്തേക്കുന്നേ ആ പട എൻ്റെ 5-6 മരം പറിച്ചിട്ടുണ്ട്. ഈ മരത്തിന് ആകെപ്പാടെ ഇട്ടേക്കുന്ന 500 രൂപയാണ്. ഈ 500 രൂപയ്ക്ക് അന്ന് ഞാൻ വണ്ടി എടുത്തേ ഈ 30 ലക്ഷം രൂപ വിലയുള്ള വണ്ടി ഒരു 500 രൂപയ്ക്ക് വേണ്ടി അതിന് 10 മടങ്ങ് ഒരു 5000 രൂപ അടപ്പിച്ചിട്ട് എൻ്റെ വണ്ടി പടത്തില്ല. 2021 സംഭവം നടക്കുന്നത്. എന്നാ ചേട്ടൻ വണ്ടി എടുത്തേ? ഇത് അല്ല, ഞാൻ വണ്ടി എടുത്ത 2019 ഫെബ്രുവരി മാസത്തില. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ അകത്ത് ഈ പറയുന്ന വർക്ക് കഴിഞ്ഞിട്ട് 1 വർഷം കഴിഞ്ഞിട്ടാണ് വണ്ടി പിടിക്കുന്നത്. ആ വണ്ടി പിടിക്കുന്ന ഏതിൻ്റെ കേസിന് അറിയോ? ഇതിന് കേസുണ്ട്. ഈ പുള്ളിയുടെ പേരിൽ ഈ കേസിനൊരു ഒത്തുതീർപ്പ് ഉണ്ടാക്കിയില്ലെങ്കിൽ പുള്ളിയുടെ തൊപ്പി പോകും, പുള്ളിയുടെ മറ്റെന്തൊക്കെയോ പോകുമെന്ന് പറയാം. എൻ്റെ കാല് പിടിച്ച് പട്ടിയെ പോണൊക്കെ കാല് നക്കിയിട്ടാണ് ജിജി സന്തോഷം എന്ന് പറഞ്ഞാൽ ജിജി സന്തോഷം എന്ന് പറഞ്ഞാൽ ഞാൻ വണ്ടി കൊടുക്കുന്നത്. ഞാൻ വണ്ടി കൊണ്ട് ഇട്ടു കൊടുത്തിട്ട് അനുഭവിക്കുന്ന ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ ആയിരുന്നോ? അത് തന്നെ. ആ പുള്ളിക്ക് കൊണ്ട് വണ്ടി ഇട്ട് കൊടുത്തിട്ട് എന്നെ ഇതിൻ്റെ അകത്ത് കയറ്റിട്ട് 10 പേര് വട്ടം നിൽക്കുക. യുവമാര് പറയാതെ ഈ ജി സന്തോഷം പറയുന്ന കാര്യമല്ലാണ്ട് ഒരു വക എന്നെ എന്റെ സ്വന്തം ഇഷ്ടപ്പെടാൻ എഴുതാൻ സമ്മതിക്കില്ല. പുള്ളി പറയുന്ന കാര്യം ഞാൻ പറഞ്ഞു എഴുതിയില്ലെങ്കിൽ എന്നെ തല്ലും. എല്ലാവരും ചുറ്റും നിൽക്കുക. പരാതി കൊടുത്തിട്ട് ഇതുവരെ നടപടി ഉണ്ടായില്ല. എല്ലാവർക്കും ഈ പരാതി കൊടുക്കേണ്ട കാര്യം ഇല്ലല്ലോ. ഇവര് തന്നെ പറയാനോട് വണ്ടി വിട്ടു തരാം, കൊച്ച നിനക്ക് വണ്ടി വിട്ടു തന്നേക്കാം, ഒരു കുറഞ്ഞ വായിക്ക് വണ്ടി വിട്ടു തന്നേക്കാം ഇന്ന് പറയണ്ട. ഇന്ന് വരെ എന്നോ പറഞ്ഞു. അതായത് ഒരു 4-4 വർഷം മുന്നേ പറഞ്ഞ കേസാ. ഇന്ന് വരെ എനിക്ക് വണ്ടി വിട്ടു തന്നില്ല. അങ്ങനെയാണ് ഈ വണ്ടി കിടക്കുക തന്നെ ഇവിടെ. എൻ്റെ കുറേ കുഞ്ഞുനാളുമുള്ള ജസ്റ്റ് ആഗ്രഹമായിരുന്നു ഓപ്പറേറ്ററാണോ. ഓപ്പറേറ്ററായി കുറേ വർഷക്കാലത്തിന് ഒരു കൂട്ടി കുറേ ലോണും കയറിയിടും. ഇന്നും നടത്തുകൊണ്ടിരിക്കാൻ 50 ദിവസം. 5 വർഷമായി നഗരംപാറ ഫോറസ്റ്റ് ഓഫീസിന് മുന്നിൽ കാട് പിടിച്ച നിലയിൽ കിടക്കുകയാണ് ഈ വാഹനം. അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ ചോര നീരാക്കി വാങ്ങിച്ച വാഹനമാണ് ഇപ്പോഴും ഈ കാട് കയറി നശിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വാഹനത്തിൽ ഇപ്പോഴും അദ്ദേഹം CC അടയ്ക്കുന്നുണ്ട്. മറ്റൊരു വാഹനത്തിൽ ജോലിക്ക് പോയാണ് അദ്ദേഹം ഇപ്പോഴും ഈ വാഹനത്തിൻ്റെ CC അടച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതുവരെയും 2 മണിക്കൂർ പ്രതിഷേധം തുടങ്ങിയിട്ടാവുകയാണ്. ഇതുവരെയും ഉത്തരവാദിത്തപ്പെട്ട വനംവകുപ്പിൻ്റെ ഉദ്യോഗസ്ഥർ അദ്ദേഹത്തെ വിളിച്ചിട്ടില്ല, സംഭവ സ്ഥലത്ത് എത്തിയിട്ടില്ല, ചർച്ചയ്ക്ക് പോലും തയ്യാറായിട്ടില്ല എന്നതാണ് എടുത്തു വരേണ്ട കാര്യം. ഈ വാഹനം തിരികെ എപ്പോൾ ലഭിക്കുന്നോ അതുവരെ ഈ പ്രതിഷേധം തുടരാൻ തന്നെയാണ് തീരുമാനം. അദ്ദേഹം ഇപ്പോഴും ശരീരത്ത് പെട്രോൾ ഒഴിച്ചിട്ടുണ്ട്. ഈ ഫയർഫോഴ്സ് ഉൾപ്പെടെ ഇവിടെ എത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഒരു പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസ് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം. ആ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഇപ്പോഴും മുന്നോട്ട് പോകുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ജിതി മാങ്ങാനത്തിനൊപ്പം റിപ്പോർട്ടർ രാഹുൽ സുരേഷ്, റിപ്പോർട്ടർ ഇടുക്കി.